ശബരിമലയിലേക്ക് മിൽമയുടെ വ്യാജ നെയ്യ് കടത്തിവിട്ടത് പമ്പയിൽ മതിയായ പരിശോധനയില്ലാതെ എന്ന അന്വേഷണ റിപ്പോർട്ട്. 30 ബാച്ചുകളായി സന്നിധാനത്തേക്ക് എത്തിച്ച 1.5 ലക്ഷത്തിലേറെ ലിറ്റർ നെയ്യിൽ 6 ബാച്ചുകളിലെ സാമ്പിൾ മാത്രമാണ് പമ്പയിൽ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. ഗുണനിലവാരമുണ്ടെന്ന അറിയിപ്പ് ലഭിക്കാതെ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ പാടില്ല എന്ന ചട്ടം ഉദ്യോഗസ്ഥ ഒത്താശയിൽ മറികടന്നതായി സംശയിക്കുന്നുവെന്നും ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്യം മന്ത്രി കെ മുരളീധരൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. 5000 ലിറ്റർ വീതം 30 ലോഡുകളിലായി 1.5 ലക്ഷത്തിലേറെ ലിറ്റർ നെയ്യാണ് പമ്പയിലെത്തിയത്. ഓരോ ലോഡും സാമ്പിൾ പരിശോധിക്കണമെന്നിരിക്കെ ഫുഡ് സേഫ്റ്റിയുടെ രേഖകൾ പ്രകാരം പരിശോധിച്ചിട്ടുള്ളത് 30-ന് പകരം 6 ലോഡിലെ സാമ്പിൾ മാത്രം. ഓരോ ബാച്ചിലെയും സാമ്പിൾ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കിയ ശേഷം മാത്രം സന്നിധാനത്തേക്ക് കടത്തിവിടുകയെന്ന പതിവ് നടപ്പായില്ല. വ്യാജ നെയ്യ് വിതരണത്തിൽ മിൽമ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൈകോർത്തുവെന്ന് റിപ്പോർട്ടിലുണ്ട്. ദേവസ്വം വിജിലൻസും സമാനമായ കണ്ടെത്തലാണ് നടത്തിയത്. ശബരിമലയിലേക്ക് ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് തന്നെ ധാരാളമെന്നിരിക്കെ എന്തിന് മിൽമയിൽ നിന്നും കരാറെടുത്തുവെന്നതിലും ദുരൂഹതയുണ്ട്. ക്രമക്കേട് കണ്ടെത്തിയതോടെ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യുള്ളപ്പോൾ മിൽമയുടെ നെയ്യ് ശബരിമലയിൽ വേണ്ടെന്ന് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു. മിൽമയിലെ അന്വേഷണമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഈ വർഷത്തെ അരവണ നിർമ്മാണത്തിനും മറ്റും, കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. സന്നിധാനത്തെത്തിച്ച നെയ്യിൽ മിൽമയുടെ ബോട്ടിൽ, പേര്, ബാച്ച് നമ്പർ എന്നിവയിലൊന്നും യാതൊരു പിശകുമില്ല. ഭാവിയിലെ അന്വേഷണത്തെ മറികടക്കാൻ സാമ്പിളിന് മാത്രം ഗുണനിലവാരമുള്ള നെയ്യ് നൽകുകയും മറ്റ് ബോട്ടിലുകൾ ബോധപൂർവം കടത്തിവിട്ട് സുരക്ഷിതമെന്ന് വരുത്താനുള്ള ശ്രമമുണ്ടായെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന വിജിലൻസ് ഉൾപ്പെടെയുള്ള ഏജൻസി ഉപയോഗിച്ച് അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കുമെന്നും ദേവസ്വം വകുപ്പ് സെക്രട്ടറി മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.